ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് റമദാൻ 1 അപ്പോൾ നമ്മൾ ഇന്ന് അത്താഴം കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ 5 മണിക്കാണ് വർക്ക് കഴിയുന്നത്. പക്ഷെ ഞങ്ങൾ 4:30 ആകുമ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം. എന്നാലാണ് നോമ്പെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ ഉള്ളത് ക്യാമറമാൻ ഫാത്തിമയോടൊപ്പം. ബ്രൈഡിനെല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കി ഞങ്ങൾ വിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ബാങ്ക് കൊടുക്കും. അപ്പം അതിന് മുന്നേ നമുക്ക് പോകണം. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ലുക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് എന്തൊക്കെയാണ് നോമ്പ് തുറക്കാനും അതുപോലെ എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ നോമ്പ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കെട്ട് നേരത്തെയാണ് ഗൈസ് ബ്രൈഡിൻ്റെ, അതായത് മുഹൂർത്തം നേരത്തെയാണെന്നല്ലേ പറയുക. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ എന്തായാലും കഴിച്ച് വന്നിട്ടാണ് ഇവിടെ സെറ്റ് ആക്കണുള്ളൂ. അപ്പോൾ കഴിക്കാൻ പോവാം. നമുക്കിന്ന് വർക്കുള്ള റൂമിന്റെ തൊട്ടടുത്ത് നിന്നാൽ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലം കാണാം കേട്ടോ. ഞങ്ങൾ ശരിക്കും ഷോക്കായി. കാരണം ഈ ഒരു ടൈമിൽ തന്നെ എന്താ തിരക്ക് എന്നുള്ളത്. ഗുരുവായൂർ മുന്നേ വർക്ക് കിട്ടിയ സമയത്തൊന്നും ഇത്ര അടുത്തായിരുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുട്ടാപ്പൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് അത്താഴം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ എന്താ തിരക്ക് നോക്കി നോക്കും. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ബ്രൈഡ് വരുന്നു. ഞങ്ങൾ ഇറങ്ങിയതിന്റെ ഒപ്പം തന്നെ അവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രൈഡ് പോണതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പൊ തന്നെ കുട്ടാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഗായ്സ്, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ ഇത്ര നേരത്തെ നമുക്ക് കഴിക്കാൻ മസാല ദോശയോ അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ കിട്ടും എന്നുള്ളത്. അവൻ വിചാരിച്ചത് ഒരു 5 മണി 5:30 ആവുമ്പോഴാ കിട്ടുള്ളൂ എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എന്നാ ചായ കുടിക്കാം, ചായയുടെ കൂടെ എന്തെങ്കിലും പലഹാരം കഴിക്കാൻ വിചാരിച്ച് വന്നത്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുള്ള ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ കഴിച്ചത്. നല്ല ചായ ആയിരുന്നു കേട്ടോ. പക്ഷെ സാൻഡ്വിച്ച് തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാ തോന്നുന്നു. വായിൽ വെക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും അത്താഴം കഴിക്കണ പോലെ വയറൊന്നും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നുട്ടാ. നമ്മൾ അത്താഴം കഴിച്ചത് ആ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അവരെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ ഞങ്ങൾ എന്തായാലും വേഗം ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അങ്ങനെ ബ്രൈഡ് വന്നു. ബ്രൈഡിന്റെ സെക്കൻഡ് ലുക്കും കഴിഞ്ഞേക്കാണ്. ബ്രൈഡിന്റെ അച്ഛനാണ് കേട്ടോ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. അച്ഛനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് വെച്ചാൽ ഭയങ്കര പാവാണ് കേട്ടോ. അച്ഛൻ മാത്രല്ല ഓൾ ഫാമിലി ഭയങ്കര പാവായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയതൊന്നും എനിക്ക് വ്ളോഗേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാപ്പി അപ്പൊ വർക്ക് കഴിഞ്ഞപ്പോ വന്നിട്ടുള്ളൂ. ഷെയ്ക്ക് അടിക്കാണ് ഗൈസ്. പിന്നെ ഉമ്മ ഇവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം നമ്മള് കലക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നെയാണ് കേട്ടോ നീറ്റത്. അത്ര നേരം കെടുക്കുകയായിരുന്നു. എനിക്ക് നീറ്റപ്പോ നല്ല തലവേദന ഉണ്ടായിരുന്നു. ആകെ മൊത്തം ഒരു കറക്കായിരുന്നു ഗൈസ്. സാപ്പി ഉമ്മി ഓടി നടന്നിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. കാരണം എനിക്ക് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു കക്കരിക്ക ഒരു വെള്ളരിക്ക എന്തോ ഒരു സംഭവമാണ് ഉപ്പ വാങ്ങിച്ചോണ്ടനാണ് കേട്ടോ. അപ്പൊ അതും നമ്മള് ജ്യൂസ് പോലെ ഉണ്ടാക്കി. പിന്നെ തണ്ണിമത്തൻ അരിഞ്ഞിടണു. നമ്മള് ഫുഡിനേക്കാളും ഫ്രൂട്ട്സിനേക്കാളും കൂടുതൽ ഇതുപോലുള്ള വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ ഈ ഷേക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കഴിക്കുക. അതുകൊണ്ടാണ് നമ്മളത് 2-3 തരത്തിൽ ഉണ്ടാക്കണത് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്ന് കഴിക്കും, പക്ഷെ ഓവറായിട്ട് നമ്മൾ അങ്ങനെ കഴിക്കില്ല. അങ്ങനെ നമ്മൾ മേശമെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എണ്ണ പലഹാരം നമ്മളിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തേക്കണത്. അതിന്റെ ഇടയിൽ ആമ്പൂർ വന്നിട്ട് അത് വേണം പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ കയ്യിലേക്ക് തുപ്പിത്തരും. കടിക്കും, നമ്മുടെ കയ്യിലേക്ക് തുപ്പിത്തരും. അതാണ് അവന്റെ മെയിൻ പരിപാടി. പിന്നെ എന്നോടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതിലായിരുന്നു കേട്ടോ. എന്നോട് തട്ടടണ്ട പറഞ്ഞിട്ട് ഞാൻ എങ്ങടെയും പോവാന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു തട്ടാൻ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വാശി ഇപ്പൊ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വലിയ കാര്യത്തിൽ ഞങ്ങൾ കഴിക്കണ പോലെ കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ലാസ്റ്റ് മൂപ്പരാൾക്ക് തന്നെ മനസ്സിലായി ഇത് മൂപ്പരാൾക്ക് കഴിക്കാൻ പറ്റണില്ല എന്ന്. ഫ്രൂട്ട്സ് ഒക്കെ ഇടയ്ക്ക് എടുത്ത് കഴിക്കും. ഈ കട്ട്ലേറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും പിന്നെ ഈ ഒരു മുട്ട ബജ്ജി ഞാൻ കഴിച്ചു. പിന്നെ തണ്ണിമത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര തന്നെയാണ് ഞാൻ കഴിച്ചോളൂ. ഇന്നലത്തെ വ്ളോഗ് എന്താ എടുത്തേന്ന് ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാനിന്ന് 2ാമത്തെ നോമ്പിനാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യണത്. ഇന്നലെ തീരെ വയ്യായിരുന്നു. ഇന്നലെ ഞാൻ നേരത്തെ ഉറങ്ങി. എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റണില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ കാര്യമായിട്ട് അത്താഴത്തിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചൂടും. പിന്നെ 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നോമ്പ് എടുക്കണത്. അപ്പൊ എനിക്കറിയില്ല എന്താ ഉണ്ടായിന്ന്. ഞാൻ ഫാത്തിമാനെ വിളിച്ചു നോക്കിയപ്പോൾ അവൾക്കും സെയിം ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് എത്തി കുറച്ചു നേരം ആമ്പ്രൂവിന്റെ കൂടെ നടന്ന് ആമ്പ്രൂവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കിടന്നു പോയിട്ടാ. ഉറക്കാണോ എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാകുന്നില്ല. പിന്നെ അവിടെ നിന്ന് വാങ്ങി കൊടുക്കാനായപ്പോൾ നീറ്റ് വീണ്ടും മേലൊക്കെ കഴുകി ഉമ്മയും സാപ്പി എത്തില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാപ്പിക്ക് ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ പെട്ടെന്നാണ് സാപ്പി വന്നത്. അപ്പോൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ സാപ്പി ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ഒന്നിനും പറ്റണില്ല. ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കണ്ടേ വ്ളോഗ് എടുക്കല്ലേ വിചാരിച്ചിട്ട്
എന്തൊക്കെയോ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അല്ലാണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാപ്പി വന്നാൽ തന്നെ ഉമ്മാക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചൂട് കാരണം എല്ലാവർക്കും വയ്യായി ഉണ്ടെന്ന് അറിയാം. പിന്നെ നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ട്, പണി നടക്കുന്നുണ്ട്. അപ്പം അവരെ കാര്യത്തിന് കൂടിയിട്ട് ഞാൻ വരുന്ന വരെ ഉമ്മ ആംബ്രൂനി അവരിനൊക്കെ ഇതാക്കി, കാരണം ഉമ്മാക്കും തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ നോമ്പിന് എണ്ണപ്പലഹാരം അതുപോലെ നമുക്ക് കഴിക്കാൻ പലഹാരം വാങ്ങാന്നുള്ളത്. സാപ്പി എത്തുമെന്ന് പറഞ്ഞപ്പോൾ സാപ്പി എണ്ണ പലഹാരം വാങ്ങിച്ചു. പിന്നെ നമ്മൾ രാത്രി കഴിച്ചത് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. ഉമ്മ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് വേഗം ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ എങ്ങനെയാ കഴിച്ചെന്ന് പോലും എനിക്ക് പറയാൻ അറിയില്ല ഗൈസ്. അങ്ങനെയൊക്കെ ഞാൻ ആംബ്രൂന് ഫുഡ് കൊടുത്തു. ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ട് അവൻ കൊടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ വർക്കിന് പോയി അല്ലെങ്കിൽ ഈ വീട്ടിലില്ലെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ കൊടുക്കുമ്പോൾ അവൻ കഴിക്കും. പക്ഷെ ഞാനുള്ള കാരണം അവൻ കഴിക്കില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവനക്ക് ഫുഡ് കൊടുത്ത്. പിന്നെ എനിക്കൊന്നും അറിയില്ല. ആംബ്രൂനെ ഞാൻ ഇപ്പാട് മടി മുട്ടാപ്പൂൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് ഞാനിപ്പോൾ അവിടെ പോയി കിടന്നു നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ ഞാൻ കണ്ണ് തുറക്കണത് അത്താഴത്തിന് നീക്കുമ്പോഴാണ് കേട്ടോ. അതുവരെ നല്ല ഉറക്കം ഉറങ്ങി. അത്താഴത്തിന് നീറ്റപ്പോൾ എനിക്ക് നല്ല കാലുവേദന ഉണ്ടായിരുന്നു. കുറേ നേരം നിന്നിട്ട് അപ്പോഴാണ് കേട്ടോ ശരിക്കും കാലുവേദന വന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഗൈസ്. ഫസ്റ്റത്തെ നോമ്പ് തന്നെ എന്താ പറയുക, ഒരു ഓർമ്മയില്ലാത്തൊരു നോമ്പായിപ്പോയി. അത്രയും ടയർഡായിട്ടാണ് എന്നിട്ട് ഇപ്പോൾ നേരം വെളുത്തിട്ട് ഞാൻ അവളെ വിളിച്ചു വെച്ചു നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവൾ ഇന്നലെ രാത്രി ഇൻസ്റ്റയിൽ മെസ്സേജ് കേടി എനിക്ക് വയ്യ, ഒന്നിനും വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം രണ്ടാൾക്ക് ഒരേപോലെ ആയിരുന്നു. അപ്പോൾ പിന്നെ നല്ല ചൂടല്ലേ, വെള്ളം കുടിക്കാത്തത് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് പിന്നെ ഉറക്കും ശരിയായിട്ടില്ല. പിന്നെ നമുക്ക് അത്താഴത്തിന് നിങ്ങൾ കണ്ടില്ലേ, അത്താഴത്തിന് ഫുഡും ശരിക്കും നമ്മൾ കഴിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ നോമ്പ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മുടെ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ്. എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ ചൂട് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒന്നാമത്തെ വ്ളോഗിലുള്ളത്. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് മാക്സിമം അടിപൊളിയാക്കാം വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ.